ദുരന്തം തകർത്തെറിഞ്ഞ വയനാടിനെ എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. നടുക്കുന്ന ഓർമ്മകളെ മറക്കാൻ കുട്ടികൾക്കായി പാട്ടും ഡാൻസും ഒരുക്കി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ്. കളിചിരികൾ മാഞ്ഞ കുഞ്ഞുമുഖങ്ങളിൽ 6ാം നാൾ പുഞ്ചിരി വിടർന്നു. കുട്ടികളുടെ ദുരിതദിനങ്ങളെ മറക്കാൻ ശ്രമിക്കുകയാണ് ക്യാമ്പിലുള്ളവരും. അതിജീവനത്തിന്റെ പാതയിലുള്ള അവരെ ചേർത്തുപിടിക്കുകയാണ് കേരളം ഒറ്റക്കെട്ടായി. ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് രക്ഷിതാക്കളാണെങ്കിലും ഒന്ന് ഉൾവലിഞ്ഞു പോകുന്നത്. അപ്പോൾ ആ കുട്ടികളെ ഒന്ന് എനർജൈസ് ചെയ്ത് ഇപ്പം നമ്മളെ ഈ ഒരു രീതിയിലേക്ക് അവർ ചിരിച്ച് കളിക്കുന്ന കാണുമ്പോൾ തീർച്ചയായും രക്ഷിതാക്കൾക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരെ ഉള്ളിലിരിക്കുന്ന കുട്ടികളെ പുറത്തോട്ട് കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ചെയ്യിപ്പിച്ച് ഇപ്പോൾ അവരൊക്കെ ചിരിച്ചോണ്ടാണ് പോകുന്നത്. കഴിഞ്ഞു പോയ ദിനങ്ങളെക്കുറിച്ച് ഓർക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. പുതുജീവിതം കെട്ടിപ്പടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്യാമ്പിലെ ഓരോ അന്തേവാസിയും. അതിന്റെ ആദ്യഘട്ടമായാണ് കുട്ടികൾക്കായി കലാകളരി സംഘടിപ്പിച്ചത്. കുട്ടികൾ ധാരാളമുള്ള ഓരോ ക്യാമ്പിലും കളിപ്പാട്ടങ്ങളും കളർ ബുക്കുകളും കളർ പെൻസിലും ഏറെ ആവശ്യമുണ്ട്. കുട്ടികൾ പുഞ്ചിരിക്കട്ടെ, അവരിലൂടെ രക്ഷിതാക്കളും. മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷഹദ് റഹ്മാൻ, 24.